ഈ വടക്കാഞ്ചേരി പോലത്തെ ഒരു ചെറിയ ഗ്രാമം, ഒരു ഫിനാൻഷ്യൽ ഹബ്ബൊന്നും അല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വന്ന് ഇത്രയ്ക്കും സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആദ്യം ഞാൻ CA കാരനാവാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ഫാമിലിയേക്കാളും പുറത്തും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്കും കൂടെ ചെയ്യാമെന്ന്. നിങ്ങളൊരു ഡാറ്റ പ്രോപ്പറായിട്ട് എൻറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ലൊരു സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്നത് നിങ്ങളൊരു ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് വാങ്ങിക്കി വെക്കുന്നത് പോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ കംഫർട്ട് എനിക്ക് തരുന്നുണ്ടെങ്കിൽ ഞാൻ ആ സോഫ്റ്റ്വെയറിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്കെന്താ കുഴപ്പം? ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ ബിസിനസ് വിട്ടിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം? 3 ജനറേഷനായിട്ട് ബിസിനസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും നമുക്ക് അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. CA ഒരു അക്കൗണ്ടന്റ് ആയിട്ട് മാത്രമല്ല ഒരു കൺസൾട്ടൻ്റ് ആയിട്ടും നോക്കണം എന്നുള്ളത് അവർക്കത് ഉണ്ട്. അതിലവർ ഉറച്ചു നിൽക്കും. അപ്പനിന്ന് പരീക്ഷ ഉണ്ടെന്ന് പറയുമ്പോൾ പഠിക്കണുള്ളൂ, ജോലിക്കൊന്നും പോകണില്ല എന്ന് പിള്ളേർ ചോദിച്ചു ഒപ്പമുള്ളവർ. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ജോലിക്ക് പോകണമെങ്കിൽ അപ്പയ്ക്ക് പഠിച്ചേ പറ്റുള്ളൂ. ദിസ് മെയ്ഡ് മീ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫ്രം ദ വേ ഐ വാസ് തിങ്കിങ്. ഇനീഷ്യലി നമ്മളത് വലിയൊരു കോസ്റ്റ് നമുക്ക് വരുമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കൂടിയും ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ മൾട്ടിപ്പിൾ ടൈംസ് ബെനിഫിറ്റ് നിങ്ങൾക്കത് കിട്ടും.